കാഹളത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. നാഥന്റെ ദിവ്യദേഹം വിധി പോലെ സംസ്കരിച്ചിടുന്നേതാ. വിജയം വീഴിഞ്ഞു പൊങ്ങും നാഥന്റെ കുറവയാണ കുടീരം. 3 നാൾ മത്സ്യത്തിനുള്ളിൽ കഴിഞ്ഞൊരു യോനാൻ പ്രവാചകൻ പോ ക്ലേശങ്ങളെല്ലാം പിന്നിട്ടു നാഥൻ 3-ാം ദിനം ഉയർക്കും. പ്രഭയോടുയർത്തങ്ങേ വരവേൽപ്പിനെത്തിന വരമേഘണി ലോകനാഥ. ചേർത്ത് വിളിച്ച് പറയാം. 14-ാം സ്ഥലം ഈശോമിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. അനന്തരം പിലാത്തോസിന്റെ അനുവാദത്തോടെ റംസാക്കാരനായ യോസേഫ് ഈശോയുടെ മൃതദേഹം ഏറ്റെടുത്തു. 100 റാത്തലോളം സുഗന്ധ കൂട്ടുമായി നിക്കോദേമോസും അയാളോടുകൂടി വന്നിരുന്നു. യൂതന്മാരുടെ ആചാരമനുസരിച്ച് കച്ചകളും പരിമളദ്രവ്യങ്ങളും കൊണ്ട് ശരീരം പൊതിഞ്ഞു. ഈശോയെ കുരിശിൽ തറച്ചിടത്ത് ഒരു തോട്ടവും അവിടെ ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. ശാബദം ആരംഭിച്ചിരുന്നതുകൊണ്ടും കല്ലറ അടുത്തായിരുന്നതുകൊണ്ടും ഇവർ ഈശോയെ അവിടെ സംസ്കരിച്ചു. അങ്ങ് എൻ്റെ ആത്മാവിനെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങേ പരിശുദ്ധൻ അഴിഞ്ഞു പോകുവാൻ അനുവദിക്കുകയുമില്ല. അനന്തമായ പീഡകൾ ഭവിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിച്ച മിശിഹായെ, അങ്ങയോടുകൂടി മരിക്കുന്നവർ അങ്ങയോടുകൂടി ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. മാമോദീസ വഴിയായി ഞങ്ങളും അങ്ങയോടുകൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. രാവും പകലും അങ്ങേ പീഡാനുഭവത്തെ പറ്റി ചിന്തിച്ചുകൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ രക്ഷിക്കണമേ. അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രിസ്തുനായ കർത്താവേ, തിരുമുഖത്തിന്റെ പേരിൽ പരിശുദ്ധിക്കണമേ. ലോകത്തിനാഞ്ഞു വീശി സത്യമം ലോകത്തിൻ്റെ കാന്തി സ്നേഹം തിരഞ്ഞിറങ്ങി പാവന സ്നേഹപ്രകാശതാരം നിന്നിച്ചു മധ്യന സ്നേഹത്തിടം നിർദ്ദയം ക്രൂശിലേറ്റി. നന്ദിയില്ലാത്തവർ, ചിന്തയില്ലാത്തവർ നാഥാ പൊറുക്കേണമേ. നിൻ പീഡയോർത്തോർത്തു കണ്ണീരൊഴുക്കുവാൻ നൽകേണമേ നിൻ വരങ്ങൾ. സമാപന പ്രാർത്ഥന. നീതിമാനായ പിതാവേ, അങ്ങേ രഞ്ജിപ്പിക്കുവാൻ സ്വയം പരിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കം പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ കൊടുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുകുമാരൻ ഗാഗുൽത്താനിൽ ചിന്തിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു, എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര വിധിയെയും ഗൗനിക്കണമേ.
ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങേ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ പീഡകൾ ധാരാളം നൽകിയിരുന്നു. തൻ്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്ത്രീയും കുരിശുമരണത്താൽ ഞങ്ങൾ രക്ഷിച്ച പുത്രന് ആരാധനയും രക്ഷണത്തെയും യോഗ്യയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾക്ക് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് ചിന്തയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. നമ്മൾ ഞങ്ങളുടെ സ്വസ്തി കർത്താവങ്ങളുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഭാഗ്യവാനങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിനേക്കും അനുഗ്രഹിക്കണമേ. എന്റെ ദൈവമേ, എല്ലാറ്റിലുപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യമായ അങ്ങേക്കെതിരായ പാപം ചെയ്തിട്ടുണ്ടാകും. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ നഷ്ടമാക്കിയതിനാലും നരകമാർഗമായി ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ അവസാനിപ്പിക്കുന്നതും നേരിൽ പാപം ചെയ്യരുതെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാൻ ഞാൻ സന്നദ്ധനായിരിക്കുന്നു. ആമേൻ. ദൈവമേ, നീ ക്ഷമിക്കാം, നിൻ ജനത്തോടു നാഥാ സ്നേഹമായി നോക്കിയിടണമേ. എന്നെന്നും ഞങ്ങളെ നീ ദൈവമേ, നീ ക്ഷമിക്കാം, നിൻ ജനത്തോടു നാഥാ സ്നേഹമായി നോക്കിയിടണമേ. എന്നെന്നും ഞങ്ങളെ നീ ദൈവമേ, നീ ക്ഷമിക്കാം, നിൻ ജനത്തോടു നാഥാ സ്നേഹമായി നോക്കിയിടണമേ.